ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു മീനും വാഴയ്ക്കായും കൂടെ കറി വെച്ചാലോ? അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ചട്ടിക്കകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്, എന്നിട്ട് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് മൂപ്പിക്കുക. ഇത് ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയാണ്. അതിനകത്തോട്ട് 5-6 പച്ചമുളക് കൂടെ അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കുക. പച്ചമുളക് വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് അതിനകത്തോട്ട് തക്കാളി ഇടാം. അത് വഴന്ന് വരുമ്പോഴത്തേന് ഇതിനാവശ്യമായ മസാലകളിടാം: മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇതെല്ലാം ഓരോന്നോരോന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക. ഈ കറിക്ക് ഇച്ചിരി മല്ലിപ്പൊടി കൂടുതൽ ഉപയോഗിക്കുക. നമുക്കിനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ഉപ്പും പുളിയും കൂടി ഇടാം. മീൻപുളിയാണ് ഉപയോഗിക്കുന്നത്. അത് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് അതിനകത്തോട്ട് വാഴയ്ക്ക കഷ്ണങ്ങളാക്കി വെച്ചത് എടുത്തിടാം. എന്നിട്ട് അത് അടച്ച് വെച്ച് വേവിക്കുക. കൂട്ടത്തിൽ ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇട്ടു. അത് വെന്തോന്നറിയാൻ നമ്മളിങ്ങനെ രണ്ടായിട്ടൊന്ന് പൊടിച്ച് നോക്കിയാൽ മതി. സ്പൂണും വെച്ച് രണ്ടായിട്ടൊന്ന് പൊളന്ന് നോക്കുമ്പോൾ അത് മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത് വെന്തെന്നർത്ഥം. അതിനകത്തോട്ട് നമുക്ക് മീനെല്ലാം പെറുക്കിയിടാം. മീൻ ഞാനിവിടെ ഉപയോഗിക്കുന്നത് അയല മീനാണ്. അത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഈ മീൻ വേകാനുള്ള ഇച്ചിരി ഉപ്പും കൂടി ഇടണം. ആ വീഡിയോ എടുത്തത് പോയി. മീനും അടച്ചു വെച്ച് വേവിക്കുക. അത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇച്ചിരി തേങ്ങ അരച്ചുകൊണ്ട് വരാം. വെറും തേങ്ങ മാത്രം മിക്സിയുടെ ജാറിനകത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വന്ന് അതിനകത്തോട്ട് ചേർക്കണം. നമുക്ക് ആവശ്യത്തിന് ശകലം വെള്ളം കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് തിള വരണ്ട, നല്ലതായിട്ട് ചൂടായാൽ മതി. ഈ പച്ചത്തേങ്ങ അരയ്ക്കുന്ന കറികളൊന്നും ഫുള്ള് തിളയ്ക്കാൻ പാടില്ല, അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും. ലാസ്റ്റ് ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ ഇട്ടിട്ട് വാങ്ങാം. കടുക് വറുക്കേണ്ടവർക്ക് അതും ചെയ്യാം.